ഓക്കെ, നമ്മുടെ ഉപ്പുമുളകൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പാറമട വീട്ടിൽ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. എല്ലാവർക്കും സുഖം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പാറുവിനെ കുറിച്ച്, പാറുവിനെ കാണാനില്ല. പാറു അവിടെ ഉണ്ടല്ലോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ പറഞ്ഞിട്ട് പാറുവിനെ ഇപ്പൊ കാണാനില്ല, പാറു എല്ലാം നിർത്തിപ്പോയി. പാറുവിനെ അങ്ങനെ നിർത്തി പോകാൻ പറ്റൂ? പാറുവിനെ പ്രസവിച്ച വീണ തലമല്ലേ അല്ലേ? 3 മാസത്തിൽ വന്നതല്ലേ. മാത്രമല്ല 3 മാസത്തിൽ ഇത്രയധികം പ്രതിഫലം പറ്റിയ ലോകത്തിലെ ആദ്യത്തെ അല്ലേ ആർട്ടിസ്റ്റ് ആയിരിക്കും പാറു. സിനിമയൊക്കെ എങ്ങനെ പോകുന്നു? സിനിമയുണ്ട് സാർ, ഇപ്പോ അത്യാവശ്യം കുഴപ്പമില്ല. പടങ്ങൾ ഒരുപാടുണ്ടല്ലോ ഇപ്പൊ. പടം ഇടയ്ക്ക് വരുന്നുണ്ട്. നിഷയ്ക്കും അത്യാവശ്യം പടങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ബിജുവിന്റെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു എന്താ, അല്ലെങ്കിൽ ബിജുവിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തോടെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് നമുക്കൊന്ന് കിടിലമാക്കി. പാട്ടെന്ന് പറയുമ്പോ എപ്പോഴും പറയും, ഞാനിപ്പോ അങ്ങനെ പാട്ടുകാരനല്ല, നാടകത്തിൽ നിന്നുകൊണ്ട് പിന്നെ അവിടെ നിന്ന് 2-3 വരി പെട്ടെന്ന് പറയുമ്പോഴേ പാടാൻ പറ്റില്ല, പേടിയാണ്. അറിവിടാത്ത വിഷയം കൈകാര്യം ചെയ്യുമ്പോ പേടിക്കണം. എന്നാലും പക്ഷേ നന്നായിട്ട് ബിജു ആലപിക്കാറുണ്ട് അല്ലേ? അല്ല സാർ, ഒരു 4 വരി ഞാൻ മൈക്കേരാം. നിഷ കൂടെ പാടുന്നുണ്ടോ? ഇല്ല സാർ, ഇത് ഗ്രൂപ്പ് സോങ് ആണ് സാർ, അപ്പൊ അതുകൊണ്ട് ഒരു 4 വരി ഒറ്റയ്ക്ക് തന്നെ പാടാം. കുമ്മാട്ടി 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 മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്, മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്, മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി, മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി, മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്, കുമ്മാട്ടി കുമ്മാട്ടി കുമ്മാട്ടി, പൂവിടാൻ കുന്നിൻ്റെ ഓളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി, നടന്നാണോ പല്ലക്കിലാണോ ഇരുന്നിരുന്നാണോ പറവറന്നാണോ, നടന്നാണോ പറവറന്നാണോ ഇരുന്നിരുന്നാണോ പല്ലക്കിലാണോ, മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്, കുമ്മാട്ടി കുമ്മാട്ടി, പെരുഞ്ചെല്ലൂർക്കാവിലെ പൂരം പോലെ, പെരുഞ്ചെല്ലൂർക്കാവിലെ പൂരം പോലെ, പേടിപ്പിച്ചോണ്ട് അവേ പറഞ്ഞോണ്ട് നമ്മളുറങ്ങുമ്പം മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്, കുമ്മാട്ടി കുമ്മാട്ടി കുമ്മാട്ടി. ഓക്കെ, സൂപ്പർ. അതിനിടയിലേ നമ്മുടെ പാറുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും പാറു ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചു തുടങ്ങിയത് ബാലുവച്ചനെയാണ്. അതൊരു 5-ാം മാസം അല്ലേ, 5-6 മാസം അല്ലേ? അത് 5-ാം മാസത്തിലൊന്നും വിളിക്കില്ല, 1 വയസ്സാവാറായപ്പോ. കുട്ടികൾ 5-ാം മാസത്തിൽ സംസാരിക്കില്ല. അപ്പൊ എപ്പോഴാ അറിയില്ല, 1-2 അല്ലല്ലോ സാർ, ഒരുപാട് ഒരു പരിധിയില്ലേ കള്ളം പറഞ്ഞതല്ലേ? 5-ാം മാസത്തിൽ എന്നെ അവൾ അച്ഛന്ന് വിളിച്ചു, ആരെങ്കിലും കേട്ട തല്ലിക്കൊല്ല. വിളിച്ചു എന്നുള്ളത് ഉറപ്പാണ്. പാറുവിന്റെ അച്ഛനെ വിളിക്കുന്ന ആദ്യം വിളിച്ചത് എന്നെ. അത് ബീച്ചേട്ടൻ ഇങ്ങനെ അമ്മ, ഇങ്ങനെ ബീച്ചേട്ടന്റെ അമ്മ ഇതിനകത്ത് ബാലുവിന്റെ അമ്മ വന്നു, ബാലുവിന്റെ മടിയിൽ കിടക്കുമ്പോ ഞാൻ ഇവളിങ്ങനെ എന്റെ കയ്യിലിരിക്കാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് കണ്ടില്ല അച്ഛന് നാണോ ഇല്ല, ഇപ്പോഴും ഇതേ മടിയിൽ കിടക്കുന്നു അമ്മയുടെ എന്ന് പറഞ്ഞപ്പോ വിളിച്ചേ, അച്ഛനെ വിളിച്ചേ ഫസ്റ്റ് വിളിച്ചു. ഇത് പല ഇന്റർവ്യൂസിലും പിന്നെ അത് പരക്കെ പാട്ടായപ്പോ സ്വന്തം അച്ഛനങ്ങ് വിഷമായി പോയി, സങ്കടമായി. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ ഫോട്ടോയും പുള്ളിയുടെ ഫോട്ടോയും വെച്ചിട്ട് ഇത് അച്ഛൻ, ഇത് ബാലു അച്ഛൻ. അല്ല, ഇങ്ങനെയൊക്കെ കഥയുണ്ട്, നടന്നാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടതാണ്. അല്ലെ ഇപ്പം ചിലപ്പോ ഇഷ്ടം കുടുംബം അച്ഛ, അല്ലെങ്കിൽ എപ്പോഴും ബാലു അച്ഛ മാറി. പാറു മാത്രമല്ല, നമ്മുടെ മക്കളെല്ലാരും അങ്ങനെയാണ്, അച്ഛനും അമ്മയും തന്നെയാണ്. നിഷ ഇപ്പോഴേ ഈ ഉപ്പും മുളകിൽ അഭിനയിച്ചോണ്ട് ഇപ്പൊ എത്ര വർഷമായി? 9 വർഷമായി. 25 വർഷം ആഘോഷിക്കണം അല്ലേ? 25 സിൽവർ ജൂബിലി ഉപ്പുമുളകിന്റെ 2000 ആഘോഷിക്കും. അല്ലേ? എത്ര? 2000-ലോ? 1800 ഇപ്പൊ 1800 നമുക്ക് ആഘോഷിക്കാം. ഞാൻ പറയുന്നത് അതിലും വലിയൊരു സംസ്ഥാന തല നമുക്ക് മുഖ്യമന്ത്രിയൊക്കെ വിളിച്ച് ഒരു പ്രോഗ്രാം ഇത്രയും നീളത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര എപ്പിസോഡൊന്നും പോയില്ല. ചിലപ്പോ 10 വർഷം പോയി കാണുമായിരിക്കും, പക്ഷെ എന്നാലും പോയി കാണത്തില്ല. നിഷയുടെ തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമില്ല, വീട്ടിലെ ഉദ്ഘാടനങ്ങൾ, സ്റ്റേജ് പ്രോഗ്രാം, വിദേശ യാത്ര, സിനിമ ഏറ്റവും പ്രധാനം അല്ലേ? പിന്നെ ഉപ്പുമുളകും ഇതെല്ലാം കൂടെ ആയിട്ട് തിരക്ക് പിടിച്ചു പോവാ അല്ലേ? പിന്നെ ഇതിനേക്കാൾ ഉപരിയാണല്ലോ ഏറ്റവും വലിയ യുദ്ധമാണല്ലോ വീട്. സാറ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സിനിമ, വിദേശയാത്രകള്, പിന്നെ ഉപ്പുമുളകും. ആദ്യം ഉപ്പുമുളകും ആവട്ടെ, സിനിമ, അങ്ങനെ ആയിക്കോട്ടെ. അതെങ്ങനെയാലും കുഴപ്പമില്ല, നിങ്ങൾ കുടുംബാംഗമല്ലേ?